പ്രദീപ് പിള്ള ഏറ്റവും പുതിയ വാർത്ത വരുന്നത് ഇങ്ങനെയാണ്. മീഡിയ റൂം വരെ കോടതിക്കുള്ളിൽ, കോടതി വളപ്പിനുള്ളിലുള്ള മീഡിയ റൂം വരെ തകർത്തിരിക്കുന്നു എന്ന വിവരം കൂടി. അതിന്റെ വിവരങ്ങളുമായി ഷീജ ഒരിക്കൽ കൂടി ചേരുന്നു. ഷീജ, അഭിഭാഷകരുടെ അതിക്രമം കേവലം തടയലിലേക്കും അസഭ്യതയിലേക്കും മാത്രമല്ല, മറിച്ച് അതിനപ്പുറത്തേക്ക് നീങ്ങുന്നു എന്ന കാഴ്ചയാണോ കാണുന്നത്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഷീജ? തീർച്ചയായും അജിംഷാദ്, അവരുടെ അതിക്രമം തുടരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് മീഡിയ റൂം, വഞ്ചൂർ കോടതിക്കകത്തുള്ള മീഡിയ റൂം പോലും അഭിഭാഷകർ തകർത്തു എന്നാണ്. അവിടെ നിന്നും മീഡിയ റൂം എന്ന ബോർഡ് എടുത്ത് കളഞ്ഞ് അടിച്ചു തകർത്തു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ കോടതിയിൽ അഭിഭാഷകർ എത്തിയപ്പോൾ പ്രത്യേകിച്ചും ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് KP ജയചന്ദ്രൻ തന്നെയാണ് ഇത്തരത്തിൽ പ്രവർത്തകരെ ഓരോരുത്തരെയായി കാണിച്ചു കൊടുത്തത്. അതിനുശേഷമാണ് മറ്റുള്ള ബാർ അസോസിയേഷൻ പ്രസിഡന്റും കോടതി മുറിയിൽ അപ്പോൾ ഉണ്ടായിരുന്നു. മറ്റ് അഭിഭാഷകരായ പ്രത്യേകിച്ചും ബാർ അസോസിയേഷന്റെ മാനേജിംഗ് കമ്മിറ്റി അംഗമായ ജതിൻ, കൂടാതെ LR രാഹുൽ, ഒപ്പം തന്നെ അരുൺ എന്നീ ഈ 3 അഭിഭാഷകരുടെയാണ് മാധ്യമപ്രവർത്തകരെ കോടതി മുറിയിൽ നിന്നും ഇറക്കി വിടാനായും ശ്രമിച്ചത്. ഏതായാലും 2 വനിതാ മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നിട്ട് പോലും അവരുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണിക്കും ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾക്കും യാതൊരു തരത്തിലുള്ള കുറവും ഉണ്ടായില്ല. ഇറങ്ങിപ്പോകാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ വനിതാ അഭിഭാഷകരെ വിളിച്ച് ഇവിടെ നിന്നും പുറത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാനുള്ള വഴി ഞങ്ങൾക്ക് അറിയാം, ഇതിനകത്ത് കയറി പോകരുത് എന്ന തരത്തിലുള്ള ഭീഷണികൾ തന്നെയാണ് അവർ വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരെ വരെ പ്രയോഗിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ പ്രധാനമായും ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലേഖകനായിട്ടുള്ള പ്രഭാതിനെയാണ് അവർ കയ്യേറ്റം ചെയ്തത്. ഒപ്പം തന്നെ PTAയുടെ രാമകൃഷ്ണനെയും അവർ ഷർട്ടിൽ കുത്തിപ്പിടിക്കുകയുണ്ടായി. ഈ വിഷയങ്ങൾ എല്ലാം ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഉണ്ടായത്. എന്നാൽ എന്താണ് അവിടെ ിക്കുന്നത് എന്ന് ചോദിച്ചതല്ലാതെ മറ്റൊരു നടപടിയും ജഡ്ജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അജിംഷാദ്, ജഡ്ജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് ഗൗരവമാണ്. തീർച്ചയായും അതിനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സംഘടനാപരമായും മാധ്യമപ്രവർത്തകർ ആലോചിക്കുന്നത് ശ്രീ പ്രദീപ് പിള്ളയൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഷീജ. അതായത് വ്യാപകമായ അക്രമം, ഒരുപക്ഷെ ഈ കൂടിയാലോചനകളും ചർച്ചയും ഒക്കെ നടക്കുന്നതിന് മുമ്പ് ഒരു കൂട്ടം അഭിഭാഷകർ ചെയ്ത അതേ നിലവാരത്തിൽ തന്നെയാണ് ഇന്നും അവർ പെരുമാറിയത് എന്ന് കൂടി കൂട്ടി വായിക്കണം ഷീജ, അല്ലേ? തീർച്ചയായും അജിംഷാദ്, ഇന്ന് പ്രധാനമായും മാധ്യമപ്രവർത്തകർ എത്തിയ സമയം മുതൽ തന്നെ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ തല്ലുവാൻ വേണ്ടി ഇവർ ഇവിടെ ആളെ കൂട്ടുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് തന്നെ ഇത്തരത്തിൽ ഓരോ മാധ്യമപ്രവർത്തകർ ഇവിടെ എത്തുന്നുണ്ട്. അവർ ആരൊക്കെ കാര്യവും പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങാൻ തയ്യാറായില്ലെങ്കിൽ ആളെ കൂട്ടി മറ്റൊരു തരത്തിലേക്ക് നീങ്ങുമെന്നൊരു ഭീഷണിയും അവരുടെ സ്വരത്തിലുണ്ടായിരുന്നു. ഏതായാലും 2 വനിതാ മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്നിട്ട് പോലും അവരുടെ അടുത്തും ഭീഷണിയുടെ സ്വരം മാത്രമാണ് അഭിഭാഷകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. നമുക്കറിയാം, നമ്മുടെ ചർച്ചയിലൊക്കെ ഉടനീളം പങ്കെടുത്തിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ വലിയ ഇടപെടലുകൾ, പ്രത്യേകിച്ചും ചീഫ് ജസ്റ്റിസിന്റെ ഉറപ്പുകൾ വരെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ രീതിയിൽ അഭിഭാഷകരുടെ തോന്നിയാസം ഇപ്പോഴും കോടതികളിൽ തുടരുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് കുറെ കാലങ്ങളായി തുടങ്ങിയിട്ടുള്ള ഒരു പ്രശ്നമാണ്. നിരവധി ഉറപ്പുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് മാധ്യമപ്രവർത്തകർ തിരുവനന്തപുരത്തെ കോടതിയിലേക്ക് എത്തിയത്. വഞ്ചൂർ കോടതിയിലും ഹൈക്കോടതിയിലെ സമാനമായ സംഭവം തന്നെയാണ് ആവർത്തിക്കപ്പെടുന്നത്. അതായത് പ്രദീപ് പിള്ള ലൈനിലുണ്ടോ? അതായത് മീഡിയ റൂം തകർത്തു, താങ്കൾ കേട്ടിരുന്ന അതിനപ്പുറത്തേക്കുള്ള ആക്രമണങ്ങൾ പുരോഗമിക്കുന്നു. അതിന്റെ തത്സമയമാണ് ഷീജ റിപ്പോർട്ട് ചെയ്തത്. അതായത് മീഡിയ റൂം തകർത്തു, പിന്നീടും മാധ്യമപ്രവർത്തകരുടെ ഷർട്ടിന് പിടിച്ചു, ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ എത്തുന്നു. അതായത് മുമ്പ് താങ്കളൊക്കെ നേരിട്ട അതേ ആക്രമണത്തിന്റെ നിലവാരത്തിൽ തന്നെയാണ് അഭിഭാഷകർ. ഒരണുകിട മാറാൻ അവർ തയ്യാറായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സ്ഥിതി ഗൗരവമാണ്. സംഘടനാപരമായി താങ്കൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം കൂടി സ്പെസിഫൈ ചെയ്യാം. തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ തന്നെ വേണം. കാരണം ഈ കോടതിയുടെ പുതിയ സമുച്ചയം ഉദ്ഘാടനം ചെയ്തപ്പോൾ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് തേലമേശ്വർ വന്ന് നിയമമന്ത്രിയുടെയും പ്രസ് ക്ലബ് ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്തതാണ് ഈ മീഡിയ റൂം. അപ്പോൾ അതിന് എത്ര സാങ്ക്ടിറ്റി അവർ കൽപ്പിച്ചിരുന്നു എന്നുള്ളത് ഈ അഭിഭാഷകർക്ക് മനസ്സിലായി കാണില്ല. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വേണം. ഇതോടുകൂടി ഇനി തെളിവായല്ലോ ഇവരുടെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളതിനും എങ്ങോട്ടാണ് കാര്യങ്ങൾ ഇവർ കൊണ്ടുപോകുന്നതെന്നും തെളിവായി. ഇനിയിപ്പോ ആകെ വേണ്ടത് നടപടിയാണ്. ഈ മുഷ്കിന് മുന്നിൽ കോടതിയും ജുഡീഷ്യറിയും കീഴടങ്ങുകയാണോ, ഇനി ഈ കായബലം ഉപയോഗിച്ച് തന്നെ നേരിടാൻ കോടതി നമ്മെ പ്രേരിപ്പിക്കുകയാണോ എന്നുള്ള കാര്യം കോടതിയുടെ അഭ്യർത്ഥന മാനിച്ച് സമീപനം പാലിച്ചതിനെ ദൗർബല്യമായി കണ്ടുവെങ്കിൽ തെറ്റി. തെറ്റൽ എന്നതിന് കൃത്യമായ അർത്ഥവുമുണ്ട്. ശ്രീ പ്രദീപ് പിള്ള, ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഒന്ന്,
ജഡ്ജിന്റെ മുമ്പിൽ വെച്ചാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. നടപടിയെടുക്കാൻ അവർ തയ്യാറല്ല, അല്ലെങ്കിൽ ജഡ്ജി അത്തരത്തിലൊരു നടപടി സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന ധൈര്യം എങ്ങനെ അഭിഭാഷകർക്ക് ലഭിച്ചു? അങ്ങനെയാണെങ്കിൽ സ്ഥിതിവിശേഷങ്ങൾ വളരെ ഗൗരവമാണ്. അതിൻ്റെതായ മാനങ്ങളുണ്ട്. ആ അർത്ഥത്തിൽ കൂടി മാധ്യമപ്രവർത്തകർക്ക് നിയമപരമായ സാധ്യതകൾ തുറക്കുന്നു. കേസെടുത്തിട്ടില്ല, ജഡ്ജിന്റെ നിർദ്ദേശപ്രകാരം. പോലീസിന് അവിടെ റോളില്ല. ജഡ്ജിന്റെ നിർദ്ദേശപ്രകാരം കേസെടുത്തിട്ടില്ല. പ്രദീപ് പിള്ള, ഇവിടെ പരമാധികാരിയാണ് ജഡ്ജി. എല്ലാ കണ്ണുകളും എല്ലാ കാതുകളും ഇനി ആ ജഡ്ജിയുടെ നടപടികളിലേക്കും വാക്കുകളിലേക്കുമാണ് കാത്തിരിക്കുന്നത്. കാര്യം ഈ ജിൻഷാദ് തന്നെ പറഞ്ഞ പോലെ കോടതിക്കുള്ളിൽ പോലീസിനും മറ്റുള്ളവർക്കും യാതൊരു വിധമായ അധികാരവുമില്ല. കോടതി പറയാത്തിടത്തോളം കാലം കോടതി നിർദ്ദേശിച്ചാൽ നിർദ്ദേശിക്കുന്ന നടപടി എടുക്കാം എന്ന് മാത്രം. അപ്പോൾ എന്ത് നടപടി കോടതി, അതായത് എല്ലാ ഈ 4 തൂണുകൾ, ഇവർക്കൊക്കെ പുച്ഛമാണെങ്കിലും 4 തൂണുകൾ എന്ന് പറയുന്നതിൽ അവസാനത്തെ ആശ്രയമാണല്ലോ കോടതി എന്ന് പറയുന്നത്. ഈ കോടതി ഇനിയെങ്കിലും ഈ രക്ഷയ്ക്ക് എത്തുമോ? ജനങ്ങളുടെ രക്ഷയ്ക്ക്, അഭിഭാഷകർ മാധ്യമപ്രവർത്തകരുടെ അല്ല, ജനങ്ങളുടെ രക്ഷയ്ക്ക് എത്തുമോ? ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമായി എഴുതി കൊടുത്ത ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ സാക്ഷരതയുണ്ടെന്ന് അഹങ്കരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇത് നടമാടുന്നത് എന്നുള്ളതാണ് ഏറെ ലജ്ജാകരം. അപ്പൊ കോടതി എന്ത് നടപടി സ്വീകരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ആദ്യം. തീർച്ചയായും ശ്രീ ബാസുരേന്ദ്ര ബാബു, വളരെ വലിയൊരു വിരോധാഭാസം. ഒരു 4th എസ്റ്റേറ്റിന്, അതൊരു പക്ഷേ ഔദ്യോഗികമല്ലെങ്കിൽ പോലും ജനങ്ങളൊക്കെ അംഗീകരിച്ചതാണ്. ആ അർത്ഥത്തിൽ അതിന് ഔദ്യോഗികമാണെന്ന് തന്നെ പറയാം. ജനമാണല്ലോ ജനാധിപത്യത്തിൽ ആത്യന്തികമായി. അങ്ങനെ ഒരു 4th എസ്റ്റേറ്റിന് നീതി കിട്ടേണ്ടതിൻ്റെ കാര്യം ജുഡീഷ്യറിയെ ആശ്രയിച്ചിരിക്കുന്നു. തൻ്റെ മുമ്പിൽ നടന്ന സംഭവം പോലും ജഡ്ജി പ്രതികരിക്കാതിരിക്കുന്ന ഒരു നിർദ്ദേശം കേസെടുക്കാൻ നൽകുന്നില്ല എന്ന ഗൗരവമായ സ്ഥിതി. കഴിഞ്ഞ 2 മാസമായി ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അത് വെച്ച് പരിശോധിക്കുമ്പോൾ താങ്കൾ സൂചിപ്പിച്ചതിൽ വ്യത്യസ്തമായി ഔദ്യോഗികമായി തന്നെ ഇത് അറിയുന്നുണ്ട്, ഔദ്യോഗികമായി ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇതേക്കുറിച്ച് അഭിപ്രായം പറയുകയും ഇതാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയുടെ നിലപാടാണ്. ഹൈക്കോടതിയുടെ ഏത് നിലപാടും എല്ലാ കീഴ്ക്കോടതികളും അനുസരിക്കാൻ ബാധ്യസ്ഥമാണ്. ഇതൊക്കെ നമുക്കറിയാമല്ലോ. ഇതൊക്കെയാണല്ലോ അതിൻ്റെ രീതി കോടതികളുടെ. അങ്ങനെ വരുമ്പോൾ ഈ ഇപ്പോഴത്തെ വിജിലൻസ് കോടതിയിലിരിക്കുന്ന ജഡ്ജ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ത് പറഞ്ഞിരിക്കുന്നോ ഈ കാര്യത്തിൽ അത് അദ്ദേഹം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. എനിക്കറിയുന്നത് പോലെയാണെങ്കിൽ അങ്ങനെ അനുസരിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം നിയമലംഘനം നടത്തുന്നുണ്ട് എന്ന്. അപ്പം ഏതൊക്കെ നിലവാരത്തിൽ ആരൊക്കെ ഇത് ചെയ്യുന്നുണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ പ്രദീപ് പിള്ള ശരിക്കും മാധ്യമപ്രവർത്തകർക്ക് മാത്രമേ കഴിയൂ. മാധ്യമപ്രവർത്തകരുടെ കാര്യമെന്ന് പറയുന്നത് അവരുടെ ജോലി നിർവഹണത്തെ തടസ്സപ്പെടുത്തുന്ന ഏത് വിഭാഗമാണെങ്കിലും, അത് വക്കീലന്മാരായിക്കോട്ടെ ജഡ്ജിമാരായിക്കോട്ടെ, ഏത് വിഭാഗമാണെങ്കിലും അതിനെതിരെ പ്രതികരിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. ആ അവകാശം നിങ്ങൾ എപ്പോൾ നന്നായി വിനിയോഗിക്കുന്നുവോ, 10 ആളുകൾ അറിയുന്ന രീതിയിൽ വിനിയോഗിക്കുന്നുവോ, ഇപ്പോൾ അത് മോശമായ രീതിയിൽ അഭിഭാഷകർ വിനിയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് അറിയുന്ന രീതിയിൽ, മോശമല്ലാത്ത രീതിയിൽ വിനിയോഗിക്കാൻ കഴിയുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ഒരു ഇഷ്യൂവായി പരിഹരിക്കപ്പെടേണ്ട, അടിയന്തര പരിഹാരം ആവശ്യമായൊരു പ്രശ്നമായി ഒരുപക്ഷെ വിജിലൻസ് കോടതിയിലെ ജഡ്ജിന് പോലും മനസ്സിലാവുകയുള്ളൂ എന്നാണ് ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് രാജ്യവും ഭരണഘടനയും ഒക്കെ അംഗീകരിച്ച സംവിധാനങ്ങളെ അട്ടിമറിച്ച് ഇത്തരത്തിൽ കോടതി വളപ്പിൽ, ഭരണഘടനാ സ്ഥാപനമായ കോടതി വളപ്പിൽ, കോടതി മുറിക്കുള്ളിൽ ഇത്തരത്തിൽ ഹുങ്ക് കാട്ടാൻ അഭിഭാഷകർക്ക് യാതൊരു അവകാശവുമില്ല. അങ്ങനെയെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. അത് കണ്ടിരുന്നവരൊക്കെയും ആ നിയമവിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുന്നവരായി മാറാം എന്ന സാഹചര്യം കൂടിയുണ്ട്. തീർച്ചയായും മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ കൂടി ഈ വിഷയത്തെ ആ ഗൗരവത്തിൽ അധികൃതരിലേക്ക് എത്തിക്കാൻ കൂടി മുതിരേണ്ടതുണ്ട്. നിർണായകമായ വിഷയങ്ങൾ ജനങ്ങൾക്കറിയാനായി ഇരിക്കുന്ന സാഹചര്യത്തിൽ കോടതി മുറിയിലേക്ക് വാർത്താ ശേഖരണാർത്ഥമെത്തിയ മാധ്യമപ്രവർത്തകർക്ക് മേൽ ഒരു കൂട്ടം അഭിഭാഷകർ അനധികൃതമായ കയ്യേറ്റവും കടന്നുകയറ്റവും നടത്തിയിരിക്കുന്നു. ഒപ്പം മീഡിയ റൂം വരെ തല്ലിത്തകർക്കുന്നു. നിരവധി മാധ്യമപ്രവർത്തകർക്ക് നേരെ ശാരീരികമായി പോലും കയ്യേറ്റമുണ്ടാകുന്നു. സ്ത്രീകളായ മാധ്യമപ്രവർത്തകരെ അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അഭിഭാഷകർ. വളരെ ഗൗരവമായ സാഹചര്യമാണ് വിജിലൻസ് കോടതിയിൽ ഇപ്പോൾ കണ്ടത്. ഗൗരവമായ സാഹചര്യത്തെ ആ രീതിയിൽ തന്നെ നിയമപരവും രാഷ്ട്രീയവുമായി അല്ലെങ്കിൽ ജനാധിപത്യ മാർഗത്തിൽ നേരിടാൻ തയ്യാറാണ് എന്ന മാധ്യമപ്രവർത്തകരുടെ പ്രതിനിധി ശ്രീ പ്രദീപ് പിള്ള കൂടി നമ്മളോട് പങ്കുവച്ച സാഹചര്യത്തിൽ ശ്രീ ബാസുരേന്ദ്ര ബാബു, ഇനി എന്തൊക്കെ വേണം? അല്ല, കഴിഞ്ഞ 2 മാസമായി നിരന്തരം ഇത് നടക്കുമ്പോൾ ഇതൊരു പിള്ളേര് കളിയല്ല. ഒരു സത്യത്തിൽ അഭിഭാഷകരായാലും മാധ്യമപ്രവർത്തകരായാലും സമൂഹത്തിൽ പ്രത്യേക പ്രിവിലേജിലായൊരു വിഭാഗമാണ്, പ്രത്യേക അവകാശങ്ങൾ ലഭിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്കാണ്. അല്ല, മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ പറയും. അപ്പോൾ ആ അർത്ഥത്തിൽ പ്രിവിലേജുകൾ ഉള്ള ആളുകളെയാണ് ഈ നിലയ്ക്ക് സമീപിക്കുന്നത് എന്ന് പറയുമ്പം അത് ഗൗരവതരമായി പരിശോധിക്കപ്പെടേണ്ടതാണ്.
ആദ്യ ഘട്ടത്തിൽ ഇതങ്ങനെ സ്വാഭാവികഗതിയിൽ ഇത് പരിഹരിക്കപ്പെടും എന്ന് ആളുകൾ വിചാരിച്ചിരുന്നുവെങ്കിൽ പരിഹാരങ്ങളിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ് കാര്യങ്ങൾ. സത്യത്തിൽ സുപ്രീം കോടതി ഇടപെട്ട, സുപ്രീം കോടതിയിൽ ഒരു ഹർജി നിൽക്കുന്ന സാഹചര്യം, അത് വക്കീലന്മാരെ ആലോചിക്കേണ്ട കാര്യമാണ്. സുപ്രീം കോടതിയെ പോലും അവർക്ക് പുല്ലുവിലയാണ് കൽപ്പിക്കുന്നതെന്ന് വന്നാൽ എന്താണ് ഇതേ സംബന്ധിച്ച് ഭാവിയിൽ നമുക്ക് ആലോചിക്കാനുള്ളത്? ആശാവഹമായി എന്താണ് ഇക്കാര്യത്തിലുള്ളത്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ഇക്കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിച്ചതിന് ശേഷവും എവിടെ നിന്നാണ് ഇങ്ങനെയൊക്കെ നിയമലംഘനം നടത്താനുള്ള ആർജവം അല്ലെങ്കിൽ കരുത്ത് ഈ വക്കീലന്മാർക്ക് ലഭിക്കുന്നത്? വക്കീലന്മാർ എന്ന് പറഞ്ഞാൽ അവർ തന്നെ പറയുന്നു 3000 മുതൽ 4000 വരെ വക്കീലന്മാർ ഹൈക്കോടതിയിലുണ്ട്. 5 or 6 ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവർ തന്നെ പറയുന്നതായി മുമ്പ് കേട്ടിരുന്നു, പത്രത്തിലും വന്നു. ബാക്കിയുള്ളവർക്ക് തടയാമല്ലോ. അല്ല, അങ്ങനെ വരുമ്പോൾ അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സെബാസ്റ്റ്യൻ പോൾ വക്കീലാണ്, അദ്ദേഹം തുറന്ന് പുറത്തു വന്ന് പറഞ്ഞല്ലോ, കാളീശ്വരൻ്റെ തുറന്ന് മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞല്ലോ ഇത് നടക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യം. ആ അർത്ഥത്തിൽ അവർ തന്നെ ഈ 5 or 6 ആൾക്കാരെ നേരിടണം. അങ്ങനെയാണ് വക്കീലന്മാരുടെ ആത്മബോധം അവർ ഉയർത്തി പിടിക്കേണ്ടത്. അതേപോലെ തന്നെയാണ് പ്രദീപ് പിള്ളയോട് ഞാൻ നേരത്തെ പറഞ്ഞത്, വെറുതെ അതിനകത്ത് ഇരുന്നാൽ മതി, ഇരിക്കുന്നവരെ അങ്ങനെയൊന്നും ചെയ്യാനൊന്നും നോക്കൂല, ഇരിക്കുന്നവരെ അങ്ങനെയൊന്നും ചെയ്യാനാവില്ല. അത് മാത്രമല്ല, കോടതികൾക്ക് നിയമം വിട്ട് പറയുന്ന രീതിയിൽ കോടതികൾ പെരുമാറില്ല. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ കോടതികൾ നാട്ടിൽ മുഴുവൻ മുദ്രാവാക്യമില്ലാത്ത കാലത്ത് കോടതികൾക്കകത്ത് നിന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളൊരു അനുഭവപരിചയമുള്ള ഒരാളാണ് ഞാൻ. കോടതികൾ നിഷ്പക്ഷവും ആ അർത്ഥത്തിൽ നിയമപരമായ നടപടികൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അത് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ അവിടെ ഇരുന്നാൽ അത് തന്നെ കോടതി ചോദിക്കും എന്തുകൊണ്ടിരിക്കുന്നു, എന്താണ് അവിടെ സംഭവിക്കുന്നത് ചോദിച്ചില്ലേ? അതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യണം. ആ ഇഷ്യൂവിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാതെ ഈ ഇഷ്യൂ ഇനി ബഹുജന സമക്ഷവും അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ സമക്ഷവും എത്തിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. പ്രദീപ് പിള്ള, നിങ്ങളുടെ പ്രക്ഷോഭത്തിന് ഞാൻ പിന്തുണയ്ക്കുന്നു പറയുമ്പോൾ കൂടെ നിന്ന് പിന്തുണയ്ക്കുന്നു തന്നെയാണ് ഞാൻ അർത്ഥമാക്കുന്നത്, അല്ലാതെ ഒരു മുറിയിലിരുന്നുള്ള പ്രസംഗം അല്ല. തീർച്ചയായും. ശ്രീ ജീവൻ കുമാർ കൂടി ചേരുന്നു. ജീവൻ, കോടതി വളപ്പിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ അഭിഭാഷകർ അഴിഞ്ഞാടി എന്ന വാർത്തയാണ് കേടുന്നത്. മീഡിയ റൂം വരെ തല്ലി തകർത്തു എന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ? നിലവിൽ വിജിലൻസ് ആസ്ഥാനത്താണ് ഉള്ളത്. നിലവിൽ കോടതിയിൽ നിന്നും ലഭ്യമായിരിക്കുന്ന വാർത്തകൾ പ്രകാരം മാധ്യമപ്രവർത്തകർക്കെതിരെ അതിരൂക്ഷമായ കയ്യേറ്റമാണ് അവിടെ ഉണ്ടായത്. ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലേഖകൻ പ്രഭാത് അടക്കമുള്ള മാധ്യമപ്രവർത്തകരെ അഭിഭാഷകർ മർദ്ദിച്ചു. ഉണ്ടായിരുന്ന വനിതാ മാധ്യമപ്രവർത്തകരോട് അസഭ്യം പറഞ്ഞുകൊണ്ട് അവരോട് കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടതായിട്ടാണ് അവർ തന്നെ നമ്മളോട് വ്യക്തമാക്കിയത്. തികച്ചും ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ് അവിടെ നടന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി മാധ്യമപ്രവർത്തകർക്ക് കോടതി മുറികളിൽ നേരിട്ട് പോകാനോ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനോ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്നുണ്ടായിരിക്കുന്ന സംഭവം ഒരുപക്ഷെ നാളിതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ സംഭവങ്ങളെയും കടത്തിവെട്ടുന്ന തരത്തിലാണ്. പ്രത്യേകിച്ച് കോടതി ഇരിക്കുന്ന ചേംബറിൽ കോടതി കൂടിയിരിക്കുന്ന കോടതിക്ക് മുന്നിൽ വെച്ചാണ്, കോടതിക്കുള്ളിൽ നിന്നാണ് മാധ്യമപ്രവർത്തകരുടെ അഭിഭാഷകർ പറഞ്ഞത്. ഇത് തികച്ചും ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥ തന്നെയാണ് എന്ന് പറയാതിരിക്കാനാവില്ല. കാരണം അപ്പോൾ വേണമെങ്കിൽ കോടതിയുടെ മുന്നിൽ നടക്കുന്ന ഏതൊരു കുറ്റകൃത്യത്തെയും അതാണ് ജഡ്ജി നോക്കി നിൽക്കെ. അതാണ് ജീവൻ. അതായത് മുഖ്യമന്ത്രിയും ചീഫ് ജസ്റ്റിസും തമ്മിൽ കൂടിയാലോചിച്ച് ഇത്തരത്തിലൊരു വിലക്കില്ല എന്ന് ഒക്കെ ഔദ്യോഗികമായി പുറത്തെത്തിയ ഘട്ടത്തിൽ കൂടിയാണ് അഭിഭാഷകർ ഇങ്ങനെ അതിക്രമം കാട്ടിയത്. ഇങ്ങനെ അസഭ്യം അഭിഭാഷകർ കേവലം പൗരന്മാരെന്ന നിലയിൽ പോലും നടത്തിയെങ്കിൽ അത് ജഡ്ജി നോക്കി നിൽക്കുകയാണ് എന്നുള്ളതും കൂടി ഗൗരവമായ കാര്യമായി ചർച്ചയ്ക്കെടുക്കേണ്ടതുണ്ട്. ജീവൻ, തികച്ചും ഗൗരവതരമായ കാര്യം തന്നെയാണ്. കാരണം വിജിലൻസ് കോടതി എന്നത് അഴിമതി നിരോധന നിയമപ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അതിൽ വിചാരണ ചെയ്ത് ശിക്ഷിക്കാൻ അധികാരമുള്ള കോടതിയാണ്. ക്രിമിനൽ ഒഫൻസ് സ്വഭാവമുള്ള കോടതിയല്ല. പക്ഷെ എന്നാൽ പോലും അദ്ദേഹത്തിന് ജില്ലാ ജഡ്ജിയുടെ റാങ്കാണുള്ളത്. ഈ കോടതിയുടെ പ്രൊമിസസിൽ തന്നെയാണ് നിരവധി കോടതികൾ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് പ്രൊമാഫീസ് കോടതികൾ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യേണ്ട നിരവധി കോടതികളുണ്ട്. ആ ഒരു ജഡ്ജിയുടെ മുന്നിൽ വെച്ച് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായി എന്നത് ഒരുപക്ഷെ കേരളത്തിൽ മുമ്പ് കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ്. ഒരുപക്ഷെ ഇതിനു മുമ്പ് ഏതെങ്കിലും സംഭവങ്ങൾ ഉള്ളതായി എന്റെ അറിവിലോ ഓർമ്മയിലോ വരുന്നില്ല. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പലതരത്തിൽ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടുന്നു, മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്നു, അതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും പ്രവർത്തകർക്ക് സ്വതന്ത്രമായും നിർഭയമായും നിഷ്പക്ഷമായും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തതാവുന്ന ഒരു സാഹചര്യം. അത് ഇനി ഏത് തരത്തിലാണ് ഈ കാര്യത്തിൽ ഒരു പ്രതിവിധി ഉണ്ടാവുക എന്ന് അറിയില്ല. പലപ്പോഴും മാധ്യമപ്രവർത്തകർക്ക് ഈ രൂപത്തിൽ ഉണ്ടാവുന്നത് തികച്ചും
ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വാർത്തകൾ. അജിംഷാ, തീർച്ചയായും ജീവനാണ് വിവരങ്ങൾ നൽകിയത്. വലിയ അക്രമമാണ് അഭിഭാഷകർ മാധ്യമപ്രവർത്തകർക്ക് നേരെ കാട്ടിയത്. വിജിലൻസ് കോടതിയിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ, അല്ലെങ്കിൽ വിജിലൻസ് കോടതിയിൽ ഇന്ന് വന്ന കേസ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ, അതിൻ്റെ വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ, വനിതാ മാധ്യമപ്രവർത്തകർ അടക്കം ഉള്ളവർക്ക് നേരെയാണ് ഒരു കൂട്ടം അഭിഭാഷകർ ഇത്തരത്തിൽ കയ്യേറ്റം നടത്തിയത്. മീഡിയ റൂം തല്ലിത്തകർക്കുകയും ചെയ്തു. വ്യാപകമായ അഴിഞ്ഞാട്ടമാണ് കോടതി വളപ്പിനുള്ളിൽ അഭിഭാഷകർ നടത്തിയത് എന്ന വിവരം കൂടിയാണ് ജീവൻ പങ്കുവച്ചത്. കോടതി വളപ്പിൽ വിജിലൻസ് കോടതി മുറിക്കുള്ളിൽ എത്തിയ മാധ്യമപ്രവർത്തകരെ അഭിഭാഷകർ കയ്യേറ്റം ചെയ്തു. നിർണായകമായ ചില കേസിന്റെ വിവരങ്ങൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ അത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് അഭിഭാഷകർ കൂട്ടമായി അതിക്രമം നടത്തിയത്. അസഭ്യവർഷം നടത്തി, കയ്യേറ്റം ശാരീരികമായി ചെയ്തു. ഒപ്പം മീഡിയ റൂം തല്ലിത്തകർത്തു. ആ അർത്ഥത്തിൽ ശ്രീ സുരേന്ദ്ര ബാബു, അഭിഭാഷകർ അനധികൃതമായ വലിയ അഴിഞ്ഞാട്ടം നടത്തി എന്ന് തീർത്തു പറയാമോ? അല്ല, കഴിഞ്ഞ 2 മാസങ്ങൾക്കിടയിൽ അതിൻ്റെ ആദ്യഘട്ടത്തിൽ, ഈ ഏറ്റുമുട്ടൽ നടക്കുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ എന്തൊക്കെ അഭിഭാഷകർ ചെയ്തോ അതൊക്കെ അവരിപ്പോഴും ചെയ്യുന്നു. ആ നിലവാരത്തിൽ തന്നെ അവരുടെ സമീപനത്തിൽ ഒരു മാറ്റവും ഇക്കാര്യത്തിലില്ല. ഏതെങ്കിലും അവർക്ക് വിദ്വേഷമുള്ള ഏതെങ്കിലും മാധ്യമപ്രവർത്തകരോട് അതിന് നിദാനമായി നിൽക്കുന്ന 5-6 അഭിഭാഷകർ ചെയ്യുന്നൊരു കാര്യമല്ല ഇത്. സംഘടിതമായി തന്നെ 2 മാസത്തിന് മുമ്പുള്ള അതേ അവസ്ഥയും അതേ സ്പർദ്ധയും അതേ അഴിഞ്ഞാട്ട സ്വഭാവമൊക്കെ അഭിഭാഷകർ നിലനിർത്തുന്നു എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി ഇടപെടുന്നതിന് അവർക്ക് യാതൊരു പരിഗണന കാര്യത്തിൽ അവർ നൽകിയിട്ടില്ല. സുപ്രീം കോടതിയിൽ ഇക്കാര്യത്തിൽ ഹർജി നിൽക്കുന്നുണ്ട് എന്ന കാര്യം അഭിഭാഷകർ സമ്മതിക്കുന്നില്ല. അതവർക്ക് പ്രധാനമല്ല. ഇവിടുത്തെ ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മുഖ്യമന്ത്രിയും, ചീഫ് ജസ്റ്റിസ് ഇടപെടുന്ന കാര്യം പ്രത്യേകിച്ച് താല്പര്യത്തോടെ അവർ പരിഗണിക്കേണ്ടതാണല്ലോ. അതും മുഖ്യമന്ത്രി ഇതിനകത്ത് ഇടപെട്ടിട്ട് നടത്തിയ പത്രപ്രസ്താവനയുമുണ്ട്. ഇതൊന്നും തന്നെ അവരെ ബാധിച്ചിട്ടില്ല എന്ന് പറയുമ്പം എത്ര ലളിതമായാണ്, അല്ലെങ്കിൽ എത്രത്തോളം നിരുത്തരവാദപരമായാണ് അവർ നിലനിൽക്കുന്ന നിയമങ്ങളെയും നിയമപാലകരെയും ലംഘിക്കുന്നത് എന്ന് നാം ബോധ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ പൊതുസമൂഹമോ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരമുറകൾ കൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതല്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് മറ്റു ജനങ്ങളും ഉണരണം. പുതിയ സമീപനങ്ങൾ മാധ്യമപ്രവർത്തകർ എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം. അതിന് പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ശ്രമിക്കണം എന്ന വലിയ വിശാലമായ ചിന്ത കൂടിയാണ് സുരേന്ദ്ര ബാബു മുമ്പോട്ട് വെച്ചത്. തീർച്ചയായും ശരിയുമാണ് ഈ ഘട്ടത്തിൽ. ഇപ്പോൾ AKG സെന്ററിന് മുന്നിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി MR സജേഷ് കൂടി ചേരുകയാണ്. സജേഷ്, കോടതി മുറിയിലെ വിവരങ്ങൾക്ക് ചില പരിമിതികളുണ്ട് ഇപ്പോൾ പുറത്തെത്താൻ. എങ്കിലും പ്രാഥമികമായ അന്വേഷണം ഈ വിഷയത്തിൽ ബന്ധുനിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിജിലൻസ് കൈക്കൊണ്ടു എന്ന് പ്രാഥമിക അന്വേഷണം കൈക്കൊണ്ടു എന്ന വിവരം വിജിലൻസ് കോടതിയെ അറിയിച്ചിരിക്കുന്നു. 17-ന് കോടതി അത് വീണ്ടും ചർച്ച ചെയ്യാനിരിക്കുക, വാദം കേൾക്കാനിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ, സെക്രട്ടേറിയറ്റിൻ്റെ വിവരങ്ങൾ എന്തൊക്കെ നൽകാനാകും ഈ ഘട്ടത്തിൽ? അജിംഷാദ്, രാവിലെ 10 മണിക്ക് ആരംഭിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോഴും തുടരുകയാണ്. നിയമന വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ യോഗം വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. യോഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ഈ നിയമന വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അവതരിപ്പിച്ചു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കോടിയേരി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനു മുമ്പ് ഈ വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യവസായ മന്ത്രി EP ജയരാജനുമായും കോടിയേരി ബാലകൃഷ്ണൻ വിശദാംശങ്ങൾ ആരാഞ്ഞിരുന്നു. നിയമനങ്ങളുടെ പട്ടിക ഉൾപ്പെടെ കോടിയേരി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കോടിയേരി അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനെ തുടർന്നുള്ള അംഗങ്ങളുടെ ചർച്ചയാണ് നടക്കുന്നത്. വ്യവസായ മന്ത്രി EP ജയരാജൻ്റെ വിശദീകരണവും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിൽ ഒരു വീഴ്ച വന്നിട്ടുണ്ട് വ്യവസായ മന്ത്രിക്ക് എന്ന നിലയിലുള്ള പ്രതികരണങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെയും ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾക്ക് സാധ്യതയുമുണ്ട്. എന്നാൽ ആ നടപടി എന്താണെന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തമല്ല. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ചർച്ചകൾക്ക് അനുസൃതമായൊരു നടപടിയായിരിക്കും ഉണ്ടാകുക. അജിംഷാദ്, തീർച്ചയായും സജേഷാണ് വിവരങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. ബന്ധു നിയമനം സംബന്ധിച്ച വിവാദം വലിയ വിവാദമായ ഘട്ടത്തിൽ കൂടി വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടരുന്ന ഘട്ടത്തിൽ കൂടി ആണ് ഇത് പാർട്ടി നിലപാട് എന്ത് എന്നറിയാൻ ഒരുപക്ഷെ ഉറ്റുനോക്കുന്നത്. ശ്രീ സുരേന്ദ്ര ബാബു, സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. കോടതി മുറിയിൽ വിജിലൻസ് അവതരിപ്പിച്ച വാദങ്ങൾ ഇങ്ങനെയാണ്. പ്രാഥമികമായ അന്വേഷണം തുടരുകയാണ്. കോടതിക്ക് അവിടെ ഇടപെടാനുള്ള എല്ലാ
എല്ലാ സാധ്യതകളും തീർന്നു. കാരണം അന്വേഷിക്കാതിരിക്കുന്നില്ല, അന്വേഷിക്കുന്നുണ്ട്. ധാർമ്മികമായ നിയമനം റദ്ദാക്കിയിരിക്കുന്നു. ബാക്കി സർക്കാർ എടുക്കേണ്ട നടപടികളൊക്കെ ചെയ്തു. നിയമനം ഇനി മുതൽ ഈ ആക്ഷേപങ്ങളെ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി അന്വേഷിക്കും. നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇനി വിജിലൻസിൻ്റെ ക്ലിയറൻസിന് ശേഷം മാത്രമേ സാധിക്കൂ. അത്തരത്തിൽ എടുത്തു കഴിഞ്ഞു. ഇനി മുഴുവൻ കാര്യങ്ങളും എത്തേണ്ടത് സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനവുമായി ബന്ധപ്പെട്ടാണ്. അവിടേക്കാണ് നാം എല്ലാം ഉറ്റുനോക്കുന്നത്. ആ യോഗം പുരോഗമിക്കുകയുമാണ്. അല്ല, അത് എനിക്ക് തോന്നുന്നത് സ്വാഭാവികതയിൽ ആ യോഗം നീണ്ടുപോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം ഈ അടുത്ത കാലത്ത് CPM-മായി ബന്ധിപ്പിച്ച ചർച്ചകളിൽ മാധ്യമങ്ങളിലൂടെ ആകട്ടെ അല്ലാതെ സാമൂഹ്യ രംഗത്താകട്ടെ അത്തരം ചർച്ചകളിൽ പ്രഥമഗണനീയമായി വന്ന ഗൗരവതരമായ ചർച്ച ഉളവാക്കിയ ഒരു വിഷയമാണിത്. അതിന് പല കാരണങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഏതായാലും സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ഗൗരവതരമായ ചർച്ചകൾക്ക് ശേഷമാണ് നമ്മുടെ വ്യവസ്ഥാപിത മാധ്യമങ്ങളിലേക്ക് ഇത് എത്തിച്ചേർന്നത് എന്ന യാഥാർത്ഥ്യം പോലും നാം കാണണം. അതുമാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ വെച്ചാണെങ്കിൽ പാർട്ടിയുടെ ചില കമ്മിറ്റികൾ തന്നെ ഇക്കാര്യത്തിൽ ചില നിലപാടുകൾ എടുത്തുകൊണ്ട് കമ്മിറ്റികളെ അറിയിച്ചിട്ടുണ്ട് എന്നും പത്രവാർത്തകൾ വന്നിട്ടുണ്ട്. ആ അർത്ഥത്തിൽ വളരെ പ്രതികരണങ്ങളും ഉളവാക്കി കഴിഞ്ഞ ഒരു കാര്യമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം. ആരെങ്കിലും അതിനകത്ത് കൈക്കൂലി വാങ്ങിയെന്നോ അങ്ങനെയൊന്നുമല്ല, മറിച്ച് സ്വന്തം ബന്ധങ്ങൾ നോക്കി കാര്യങ്ങൾ നീക്കുന്ന ഒരു സമീപന രീതി പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നതിൻ്റെ തെളിവ് എന്ന നിലയ്ക്കാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഗൗരവതരമായി വ്യവഹാരത്തിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ ആളുകളും അതിൻ്റെ സമസ്ത ചലനങ്ങളെക്കുറിച്ചും സമസ്ത കോണങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ സംസാരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ആ യോഗം തീരുമെന്ന് ഞാൻ ആദ്യം മുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. ഉച്ചയിലേക്ക് തന്നെ അത് പറന്ന് കയറിക്കൂടായികയുമില്ല. അങ്ങനെ വരുമ്പം അതിന് സമയമെടുത്ത് തന്നെയാണ് അക്കാര്യം ചർച്ച ചെയ്യേണ്ടത്. കാരണം പ്രധാനമായും ആ കമ്മിറ്റിയുടെ മേലിലുള്ള മറ്റൊരു കമ്മിറ്റിയിലുള്ള 2 അംഗങ്ങളുമായി ബന്ധിപ്പിച്ച് അവർ ഈ കമ്മിറ്റിയിലുണ്ട് തന്നെ 2 അംഗങ്ങളുമായി ബന്ധിപ്പിച്ച ഒരു പ്രവർത്തന ശൈലിയുടെ കാര്യമാണ് ഇതിൽ അന്തർലീനമാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായി സമഗ്രത കൈക്കൊള്ളാൻ ആ ചർച്ച നീണ്ടുപോകും. നീണ്ടുപോകും. ശ്രീ ഭാസുരേന്ദ്ര ബാബുവാണ് വിവരങ്ങൾ കൂടി നൽകിയത്.